പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴും ജനങ്ങളെ ഞെട്ടിക്കാറുണ്ട്. മണിക്കൂറുകൾക്കിടയിൽ ഒരേ നാവുകൊണ്ട് ഒരേ വിഷയത്തിൽ രണ്ട് നിലപാട് പറഞ്ഞാണ് ഇത്തവണ അത്ഭുതപ്പെടുത്തിയത്. സമൂഹ മാധ്യമങ്ങൾ ഇത്രയും സജീവമായ കാലത്ത് ഇങ്ങനെ മണ്ടന്മാരാക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ തരാതരം നിലപാട് മാറ്റുകയാണോ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കൊത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി? വോട്ടിനായി എന്ന വളരെ പ്രസക്തമായ ചോദ്യം അടിക്കടി ഉയരുമ്പോൾ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് ഷാവു പ്രസാദ്, BJP നിരീക്ഷകൻ, അഡ്വക്കേറ്റ് അനിൽ ബോസ്, കോൺഗ്രസ് നേതാവ്, ഒപ്പം മറ്റ് അതിഥികളെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ്. ശ്രീ ഷാവു പ്രസാദ്, രാജസ്ഥാനിലൊക്കെ നടത്തിയ വളരെ മലീമസമായ മതവിദ്വേഷം പടർത്തിയുള്ള പ്രസംഗങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. പ്രധാനമന്ത്രിയുടേതായി വന്ന പ്രസ്താവനകൾ ഏറ്റവും ഒടുവിലായി ഈ മഹാരാഷ്ട്രയിൽ അദ്ദേഹം നടത്തിയത് 15%, അതായത് ഈ കോൺഗ്രസ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ 2 തരത്തിൽ ബഡ്ജറ്റ് ഉണ്ടാകും, മുസ്ലിങ്ങൾക്ക് വേണ്ടി 15% എന്ന തരത്തിൽ. പിന്നീട് അദ്ദേഹം പറഞ്ഞ ഇന്നലെ നടത്തിയൊരു അഭിമുഖത്തിലെ വാക്കുകളാണ് ഈ കേട്ടത്. അതിലെ പ്രധാനപ്പെട്ട വരികൾ ഇതാണ്: ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യും. ഹിന്ദു മുസ്ലിം വിഷയം രാഷ്ട്രീയത്തിൽ ഉയർത്തുന്ന ദിവസം മുതൽ പൊതുജീവിതത്തിൽ ജീവിക്കാൻ എനിക്ക് അർഹത ഇല്ലാതാകും. അത് ചെയ്യില്ല എന്നത് എൻ്റെ നിശ്ചയദാർഢ്യമാണ്. അപ്പോൾ കാലാവസ്ഥയ്ക്കനുസരിച്ചും മണ്ണറിഞ്ഞ് മനസ്സറിഞ്ഞൊക്കെ നിലപാടുകൾ തരാതരം ഉപയോഗിക്കുകയാണോ? ഹലോ, കേൾക്കാവോ? കേൾക്കാം. ഹലോ, കേൾക്കാം ശ്രീ ഷാവു പ്രസാദ്. പ്രജിഷേ, ഇവിടെ നരേന്ദ്രമോദി എവിടെയാണ് മുസ്ലിങ്ങൾക്കെതിരെയോ ഇസ്ലാമിനെതിരെയോ സംസാരിച്ചത്? നരേന്ദ്രമോദി സംസാരിച്ചത് ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കെതിരെയും കോൺഗ്രസിൻ്റെ നിലപാടിനെതിരെയും കോൺഗ്രസിൻ്റെ പ്രീണന രാഷ്ട്രീയത്തിനെതിരെയുമാണ് നരേന്ദ്രമോദി സംസാരിച്ചിരിക്കുന്നത്. അല്ലാതെ മുസ്ലിങ്ങൾക്കെതിരെയോ ഇസ്ലാമിനെതിരെയോ അല്ല. നരേന്ദ്രമോദി കഠിനമായ രീതിയിൽ വിമർശിച്ചിരിക്കുന്നത്, കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിനെതിരെയാണ്, കോൺഗ്രസ് പാർട്ടിക്കെതിരെയാണ്. അതെങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരെയാവുന്നത്? ഇവിടെ സത്യത്തിൽ നരേന്ദ്രമോദി വരുന്നു, മുസ്ലിങ്ങളെ മുഴുവൻ കൊല്ലാൻ പോകുന്നു, തിന്നാൻ പോകുന്നു, അവരുടെ പൗരത്വം മുഴുവനും എടുത്ത് കളയാൻ പോകുന്നു, ഈ രാജ്യത്തെ 18 കോടി മുസ്ലിങ്ങളെ ഇവിടുന്ന് നാട് കടത്താൻ പോകുന്നു. ഈ രീതിയിലുള്ള സമൂഹത്തിൽ വിദ്വേഷ പ്രചരണം നടത്തുന്നത് കോൺഗ്രസും അവരുടെ പിണിയാളുകളുമാണ്, അവരുടെ ഇന്ത്യ മുന്നണിയാണ്. സമൂഹത്തിൽ വിദ്വേഷം പടർത്തുന്നത് അവരാണ്. അതിനെതിരെ അതേ നാണയത്തിൽ തന്നെ, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന രീതിയിലുള്ള അതേ നാണയത്തിൽ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവിന് പ്രതികരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ തന്നെ പ്രകടന പത്രിക, അവരുടെ തന്നെ നേതാക്കന്മാർ പ്രസംഗത്തിന്റെ ആ ഒരു കണ്ടന്റ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് അതിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട അപകടകരമായ ചില വരികളുണ്ട്. അതായത് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന വിഭാഗം, നുഴഞ്ഞുകയറ്റക്കാര് എന്നൊക്കെ അധിക്ഷേപിച്ച് ഏത് മതവിഭാഗത്തിനെതിരെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്? പിന്നീട് അതേ പ്രധാനമന്ത്രി തന്നെ കണ്ടമിടറി പറയുമ്പോൾ എന്ത് അർത്ഥത്തിൽ അത് വായിക്കണം? അരിയാഹാരം കഴിക്കുന്നവരാണ് നാട്ടിലുള്ളവർ. പ്രജീഷേ, അതെ, ഞാൻ നിൽക്കുന്നത് ഇത് കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളാണെന്ന് നിങ്ങൾ എന്തിനാണ് ഈ വായിക്കുന്നത്? നേരെ അങ്ങോട്ട് നേരെ ഈ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത് നേരെ മുസ്ലിങ്ങളുടെ തലയിൽ കൊണ്ട് നിങ്ങൾ എന്തിനാണ് കൂടുതൽ മുസ്ലിങ്ങളാണ് ഉപയോഗിച്ചതാരാണ്? അതിനനുബന്ധമായി പറയുമ്പോൾ പിന്നെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കണം സാർ? അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അത് കേൾക്കുന്നവരുടെ സൗകര്യമാണ് എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളത്. മോദി എന്തായാലും പലകുറി എല്ലാം കൂടെ പ്ലേ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, സമയം അപഹരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ആ ഹിന്ദി പ്രസംഗങ്ങൾ പ്ലേ ചെയ്യാൻ മടിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിം വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾക്കെതിരെ ഈ നിമിഷം വരെ മോദി ഒരക്ഷരം മിണ്ടിയിട്ടില്ല, ഒരക്ഷരം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കത് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം എങ്ങനെ വേണമെങ്കിൽ. നിങ്ങൾ പണ്ട് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്, ഒരു നായക്കുട്ടി എൻ്റെ കാറിൻ്റെ അടിയിൽ പെട്ടാൽ പോലും എനിക്ക് വേദനിക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ നാട്ടിലെ മുസ്ലിങ്ങളെ മുഴുവൻ നായകളാക്കി മോദി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് എന്താണ് ഈ നാക്കിനെല്ലില്ലാത്തവർക്ക് എന്താണ് ഈ നാട്ടിൽ വ്യാഖ്യാനിക്കാൻ പറ്റാത്തത്? ഇവിടെ അതേസമയം ഈ ദളിത് വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളുടെയൊക്കെ തന്നെ അവർക്ക് അർഹതപ്പെട്ട സംവരണത്തിന്റെ ആ ആനുകൂല്യം
മുസ്ലിം വിഭാഗത്തിലേക്ക് നൽകുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി വേറെ ബഡ്ജറ്റ് ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഗുണകരമായ രീതിയിലാണോ അദ്ദേഹം, അല്ലെങ്കിൽ ഞാൻ ആ ഒരു സമുദായത്തെ വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയേണ്ടി വരുന്നത് അദ്ദേഹം താങ്കൾ പ്രധാനമന്ത്രിയുടെ ആ വാക്കിൽ വീണ്ടും വീണ്ടും എനിക്ക് പറയേണ്ടി വരുന്നതിൽ ഞാൻ ഖേദിക്കുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. അപ്പോൾ അതൊക്കെ മുസ്ലിം സമുദായത്തിന് അനുകൂലമായ വചനങ്ങളായിരുന്നു ആ നാവിൽ നിന്ന് വീണത്. പറയുന്നത് കേൾക്കൂ, അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ സംവരണം എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിലെ, ഹിന്ദുക്കളിലെ പിന്നോക്ക വിഭാഗം, ചരിത്രപരമായ അനേകം കാരണങ്ങൾ കൊണ്ട് അവഗണിക്കപ്പെട്ട് കിടന്ന പിന്നോക്ക ഹിന്ദു വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് സംവരണം എന്ന് പറയുന്നത്. ആ സംവരണം മറ്റൊരു വിഭാഗത്തിന് കൊടുക്കുന്നു, അത് മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇവരിൽ നിന്ന് ഇവർക്ക് അർഹതപ്പെട്ടത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അർഹത ഇല്ലാത്തവർക്ക് കൊടുക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അത് ഈ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നു. കോൺഗ്രസ് പാർട്ടി ചെയ്തു കർണാടകയിൽ, കോൺഗ്രസ് പാർട്ടി ചെയ്തു തെലങ്കാനയിൽ. അതാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ ഈ നാട്ടിലെ ദളിത പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ട സംവരണത്തിൽ നിന്നാണ് അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നത്, അത് അർഹത ഇല്ലാത്തവർക്ക് കൊടുക്കുന്നത്. ഭരണഘടനാപരമായി പോലും സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട സാധനമാണ്. ആ അവകാശത്തിലാണ് ഈ കോൺഗ്രസ് കത്തിവെച്ചത്. അത് ഒരു പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന് പറയാതിരിക്കാൻ കഴിയുമോ? പറയണ്ടേ? തീർച്ചയായിട്ടും പറയണം. അത് തന്നെയാണ് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ഈ വൃത്തികെട്ട പ്രീണനത്തെയാണ്, ന്യൂനപക്ഷ പ്രീണനത്തിനെ മാത്രമാണ് പ്രധാനമന്ത്രി വിമർശിച്ചിരിക്കുന്നത്. ഒരു കൺസേണും മുസ്ലിം സമുദായത്തിന്റെ കാര്യത്തിലോ കാര്യത്തിൽ, കാരണം തരാതരം അവർക്ക് എടുത്തു നൽകുന്നു, അവർക്ക് വിഭജിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളോ ഒക്കെ തന്നെ എല്ലാവർക്കും ലഭിക്കേണ്ടതാണ്. സംവരണ കാര്യത്തിലായാലും അതിൻ്റെയൊക്കെ തോതൊക്കെ ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെല്ലാം. പക്ഷേ അവിടെ എന്തുകൊണ്ട് ആ ഒരു കൺസേൺ, അധികരിച്ചുള്ള കൺസേൺ മാത്രം പ്രധാനമന്ത്രി അത് പറയുന്നു? മുസ്ലിം സമുദായത്തിനെ അല്ലെങ്കിൽ അവരെ പാർശ്വവൽക്കരിക്കുന്ന തരത്തിലേക്കുള്ള നിലപാട്, വചനങ്ങൾ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ വീഴുന്നു എന്ന് പ്രതിപക്ഷത്തിനടക്കം പറയേണ്ടി വരുന്നൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അതായത് പ്രധാനമന്ത്രിയുടെ കൺസേൺ എന്ന് പറയുന്നത്, BJPയുടെ കൺസേൺ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളാണ്. ആ പാവപ്പെട്ട ജനങ്ങളിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇത്രയും കാലം ആവിഷ്കരിച്ച സ്കീമുകൾ നടപ്പാക്കിയത്, ആ സ്കീമുകൾ മുദ്രാ ലോൺ കിട്ടിയത് ഹിന്ദുക്കൾക്ക് മാത്രമാണോ? ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അർഹതപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താൻ അഡ്വക്കേറ്റ് അൽബോസ് അദ്ദേഹത്തിന്റെ സൂമിൽ ലിങ്കിലാണ്, പക്ഷേ കണക്ഷൻ ഇപ്പോൾ ഇച്ചിരി എറൗണ്ട്. ടെലിഫോണിൽ അദ്ദേഹം അവൈലബിൾ ആണ്. അതിനുമുമ്പ് ആനിരാജ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ആനിരാജ, അതായത് വളരെ ഗുരുതരമായ പരാമർശങ്ങൾ പ്രധാനമന്ത്രിയുടെ വാക്കിൽ നിന്നും, കാരണം പഴയ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി അല്ല അദ്ദേഹം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ആ നിലമറന്നുള്ള വചനങ്ങൾ മണ്ണറിഞ്ഞ്, കാലാവസ്ഥയറിഞ്ഞ്, മനസ്സറിഞ്ഞ് തരാതരം അദ്ദേഹം പ്രയോഗിക്കുമ്പോഴും അതൊരു ഒരു ലൈസൻസ് എന്ന നിലയിൽ, കാരണം പ്രതിപക്ഷമടക്കം അതിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തുന്നു. പക്ഷെ അതൊന്നും രജിസ്റ്റർ ചെയ്യപ്പെടുന്നതേ ഇല്ല. എന്താണ് പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത്, ശ്രീമതി ആനിരാജ? അല്ല, പ്രധാനമന്ത്രി ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് പുതിയൊരു കാര്യമൊന്നുമല്ല. അത് 2002 മുതൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ എന്താണ് എന്നുള്ളത്, അദ്ദേഹത്തിന് അധികാരം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതിനുവേണ്ടി എന്ത് തരത്തിലേക്ക് മാറുന്നതിനും, എന്ത് നുണകൾ പ്രചരിപ്പിക്കുന്നതിനും, എത്ര വലിയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനും ഒന്നും മടിക്കാത്ത ആളാണ് അദ്ദേഹം എന്നുള്ളത് നമ്മൾ 2002 മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ നമ്മുടെ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം വന്നപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇക്കാര്യത്തിലും പറയാൻ എനിക്കുള്ളത്. അതായത് ഈ നീല വെള്ളത്തിൽ വീണ കുറുക്കനെ പോലെയാണ്. അത് മഴ പെയ്തപ്പോൾ അത് തനിനിറം പുറത്താക്കുകയാണ്. അത് ഈ നരേന്ദ്രമോദി എന്ന BJPയുടെ നേതാവിനെ സംബന്ധിച്ച്, NDAയുടെ നേതാവിനെ സംബന്ധിച്ച് 10 വോട്ട് 2 സീറ്റ് എന്നതിനപ്പുറത്തേക്ക് അതിനുവേണ്ടി എന്തെല്ലാം നാടകങ്ങൾ കളിക്കേണ്ടി വന്നാലും അതെല്ലാം പലതവണയും അദ്ദേഹം കരയുന്നത് നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ
ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ ഇമോഷണൽ ആകുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അങ്ങനെ ഇമോഷണലായി ആ വിഷയം നിലനിൽക്കെ തന്നെ അദ്ദേഹം വിദേശയാത്രയ്ക്ക് പോയിട്ടുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞുവല്ലോ, പരാജയ ഭീതി കൊണ്ട് കൊണ്ടിരിക്കുകയാണ് ശ്രീ നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഏത് വിധത്തിലും നിറം മാറുന്നതിനും എങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനും അദ്ദേഹം തുനിയും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലിരുന്ന ആരും ആ പദത്തിന് തന്നെ അപമാനകരമായ രീതിയിലാണ് നരേന്ദ്രമോദി ഇന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. ശ്രീമതി ആനാച, ഒന്ന് ദയവായി കുറച്ച് സമയം കൂടി തുടരുക. ശ്രീ അനിൽ ബോസ്, ഇങ്ങനൊരു നരേറ്റീവ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിന് പുറകെ ഉത്തരേന്ത്യയിലെ ഗുണകരമായിട്ടുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണിൽ കൊയ്യാമെന്ന ചിന്തയാണ്. കാരണം ഈ വിഷയങ്ങളിലൊക്കെ കോൺഗ്രസ് ശക്തമായി, കാരണം ഈ ന്യൂനപക്ഷത്തിന് അവകാശപ്പെട്ട അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിനൊക്കെ അവകാശപ്പെട്ട സംവരണത്തിൻ്റെ ആനുകൂല്യം അപ്പാടെ എടുത്ത് കോൺഗ്രസ് ഈ മുസ്ലിം സമുദായത്തിന് കൊടുക്കുന്നു എന്ന് എല്ലാ വേദികളിലും പറയുകയാണ്. അത് ഏറ്റിപ്പിടിച്ചുകൊണ്ട്, കാരണം പലപ്പോഴായും അതിലൊരു ആശങ്ക ഒരു മനുഷ്യരുടെ ഭാഗത്തു നിന്നും BJP-യിൽ നിന്ന് ആരെങ്കിലും ഇക്കാര്യത്തിൽ, കാരണം അത് പ്രതീക്ഷിക്കേണ്ടതില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു അപശബ്ദമേ ഉണ്ടാകുന്നില്ല. അതേ വാചകങ്ങൾ ഏറ്റെടുത്തൊരു പ്രചരണായുധമായി പാർട്ടിയും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ശ്രീ അനിൽ ബോസ്, ഒന്നാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ നരേന്ദ്രമോദി ശ്രമിച്ചത് ആദ്യം പാകിസ്ഥാൻ, പിന്നെ മുസ്ലിങ്ങൾക്ക് ഞാൻ ജീവിച്ചിരിക്കുവോളം കാലം സംവരണം കൊടുക്കില്ല, ക്രിക്കറ്റ് ടീമിനെ തീരുമാനിക്കുന്നത് പോലും മതപരമായിട്ട് മാത്രമേ പരിഗണിക്കൂ, തുടങ്ങി നിരവധിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇവിടെ ശ്രീമതി ആനി രാജ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പുതിയ കാര്യമല്ല. കാരണം ഗുജറാത്തിൽ അപ്ലൈ ചെയ്ത് വിജയിച്ചൊരു കാര്യമാണ്. ഗുജറാത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് ആ ഗവൺമെന്റിനെ നിലനിർത്താനും മറ്റ് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ചർച്ച മാറ്റാനും ജനങ്ങളിൽ ഡിവൈഡ് ഉണ്ടാക്കി ഭരണം പിടിക്കാനും കഴിയുമെന്ന് അവിടെ നടന്ന മുസ്ലിം കൂട്ടക്കൊല അടക്കമുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ചരിത്രമായി നിൽക്കുകയാണ്. അപ്പൊ അന്ന് തന്നെ അത് പരീക്ഷിച്ച് BJP-യുടെ വർഗീയ രാഷ്ട്രീയം വിജയിച്ചു. തുടർന്ന് ഇന്ത്യയിൽ ആകമാനം രഥയാത്ര നടത്തുന്നു, ജനങ്ങളെ ഡിവൈഡ് ചെയ്യുന്നു, അതിൽ അവർക്കൊരു വിജയം ആർജിക്കാൻ കഴിയുന്നു. പിന്നീട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. അപ്പോ ആ രഥയാത്രയിലൂടെ ഉണ്ടായ വിഭജനം അത് പൂർത്തിയാകുമ്പോൾ ഒരുപക്ഷെ BJP-യും സംഘപരിവാർ ശക്തികളും പ്രത്യേകിച്ച് RSS അടക്കം വിചാരിച്ചിരുന്നത് ലാൽ കൃഷ്ണ അദ്വാനി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. കാരണം ഹിന്ദു സമര പോരാട്ടങ്ങളുടെ അല്ലെ ഹിന്ദു രാഷ്ട്രീയം ഉയർത്തുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ തീവ്രമായി എതിർക്കുന്ന വിഭാഗത്തെ കൂട്ടക്കൊല ചെയ്യാൻ പിന്നെ വഴിയൊരുക്കുന്ന അല്ലെങ്കിൽ അതിന് സംരക്ഷണം നൽകുന്ന ഒരു ഖ്യാതിയുമായിട്ടാണ് 15 വർഷത്തെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഡൽഹി രാഷ്ട്രീയത്തിലേക്ക്, നേരത്തെയും ഡൽഹിയിലുണ്ടെങ്കിൽ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഡൽഹിയിലേക്ക് വരുന്ന ആദ്യം തന്നെ ഈ തീവ്ര രാഷ്ട്രീയം കൊണ്ട്, മുസ്ലിം വിരുദ്ധത കൊണ്ട്, മുസ്ലിം വിരുദ്ധ സമീപനങ്ങൾ കൊണ്ട് ഹിന്ദു തീവ്രവാദികൾ ആയിട്ടുള്ള ആളുകളുടെ ഹീറോ പരിവേഷം ആർജിക്കാൻ ഇതിനേക്കാൾ മൂർച്ചയോടുകൂടി പ്രധാനമന്ത്രി ഓരോ ഘട്ടം പിന്നിടുമ്പോഴും ഈ വാക്കുകൾക്ക് മൂർച്ച കൂട്ടുന്നു. പക്ഷേ പൊതുവേദിയിൽ എത്തുമ്പോൾ, കാരണം ഈ ഓരോ ഇടങ്ങളിൽ പ്രചാരണത്തിന് എത്തുമ്പോഴാണ് അതിന്റെ അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് അദ്ദേഹം അടവുകൾ മാറ്റുന്നു, മൂർച്ച കൂട്ടുന്നു, മൂർച്ച കുറയ്ക്കുന്നു. പക്ഷേ ഒരു പൊതുവേദിയിലേക്ക് ഒരു ഇന്റർവ്യൂവിൽ എത്തുമ്പോൾ അദ്ദേഹം കണ്ണീരൊഴുക്കുകയാണ്. അതായത് താൻ അങ്ങനെ ഒരു ഡിവൈഡിന്റെ ആളായി മാറുകയാണെങ്കിൽ അതോടുകൂടി താനില്ല എന്നൊക്കെ വളരെ വികാരഭരിതനായി പറയുന്ന ഒരു പ്രധാനമന്ത്രി. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അങ്ങനെയുള്ള വിദ്വേഷത്തിന്റെ മൂർച്ച കൂട്ടുമ്പോഴൊക്കെ നിങ്ങളുടെ വലിയ പരാതികൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്കുണ്ട്. ആ പരാതികളെ ഗൗനിക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയാതെ പോകുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി ഉണ്ട്. ചേർത്ത് വായിച്ചാൽ പ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടാണ് ഓന്തിന് സാഹചര്യത്തിനനുസരിച്ച് നിറം മാറാൻ കഴിയുന്നത്. ഒരു പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ആൾ ഓന്തായി മാറിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് പൂർത്തിയാക്കുമ്പോൾ താങ്കൾ ഇടപെട്ടു. ഞാൻ പറഞ്ഞ തീവ്രമായ മുസ്ലിം കൂട്ടക്കൊലയ്ക്ക് ശേഷം ആ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഉയർത്തിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരികയും ഹിന്ദു രാഷ്ട്രീയത്തെ എന്നും അഡ്രസ് ചെയ്തെന്ന് അദ്വാനിയെ പോലുള്ള ഒഴിവാക്കി അദ്ദേഹത്തിന്റെ കസേര പിടിച്ചെടുക്കാൻ, പ്രായത്തിന്റെ കാര്യം ചൂണ്ടിക്കാണിച്ച് പിടിച്ചെടുക്കാൻ കഴിഞ്ഞ ആളുമാണ് ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തികളോളം വരില്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോന്നും. പക്ഷെ ഓരോ ഘട്ടങ്ങളിലും പറയുന്നു. അദ്ദേഹം എപ്പോഴാണ് ഇത് തീവ്രമായി പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചോ? എപ്പോഴാണ് തീവ്രമായി പറയുന്നത്? അദ്ദേഹം ഓരോ സ്റ്റേറ്റിലും നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളിലാണ് നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് മാറ്റേണ്ടി വരുന്നു? ഇവിടുത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇവിടുത്തെ വിലക്കയറ്റത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. രാജ്യത്തെ വികസന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വോട്ട് പിടിക്കാൻ കഴിയില്ല. അപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർജിച്ചെടുത്ത രാമക്ഷേത്രത്തിന്റെ കരുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം.
രാമക്ഷേത്രം പറഞ്ഞ് ഹിന്ദുക്കളെ അവരുടെ വികാരം ആളിക്കത്തിച്ച്, ഭക്തന്മാരുടെ വികാരം ആളിക്കത്തിച്ച് അന്ന് ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ വികാരം ഇപ്പൊ പഴയ പോലെ കത്തിച്ചിട്ട് കത്തുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞെന്നേ. അങ്ങനെ തിരിച്ചറിയുമ്പോൾ പാകിസ്ഥാൻ പറയും, മുസ്ലിം സംവരണം പറയും, താൻ ജീവിച്ചിരുന്നാൽ ഒരു മുസ്ലിമിനും സംവരണം കൊടുക്കത്തില്ലെന്ന് പറയും, മുസ്ലിങ്ങൾക്ക് ഒരാൾക്ക് പോലും പാർലമെന്റ് സീറ്റിൽ കൊടുക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയും, അത് സ്വാഭാവികം. പക്ഷെ ഞങ്ങൾ ഈ ചൂണ്ടയിൽ കൊത്താനില്ല എന്ന സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. ഇവർ പറയുന്നു ഞങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ അദ്ദേഹം മുസ്ലിം പ്രസംഗം നടത്തി. ഞങ്ങൾക്ക് പരാതികൾ ഉണ്ടാവും, ആ പരാതികൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊരിക്കലും ഒരു കൗണ്ടർ കൊണ്ട് അദ്ദേഹം മുസ്ലിം സമുദായത്തെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞൊരു കൗണ്ടർ സൃഷ്ടിച്ച് അദ്ദേഹം ഇടുന്ന ചൂണ്ടയിൽ കൊത്താൻ ഞങ്ങൾ ഇത്തവണ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ഇക്കുറിയും ജനങ്ങളോട് പറഞ്ഞത്, ഇക്കുറി പ്രത്യേകമായി ഞങ്ങൾ ശ്രദ്ധിച്ചത് രാജ്യത്തെ തൊഴിലില്ലായ്മയും പട്ടിണിയും വിലക്കയറ്റവും അടക്കം രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിന്റെ പേരിൽ മടങ്ങിയെത്താം. ഇപ്പോൾ എം എൻ കാരശ്ശേരി മാഷ് കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ കാരശ്ശേരി മാഷ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, എല്ലാവരെയും ചേർത്ത് വയ്ക്കേണ്ട, അങ്ങനെ പഠിപ്പിക്കേണ്ട, അങ്ങനെ പെരുമാറേണ്ട ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ഒരു ഡിവിഷൻ ഉണ്ടല്ലോ, അത് അങ്ങേയറ്റം അതിൻ്റെ മലീമസമായ തലങ്ങളൊക്കെയും കടന്നു പോകുന്നത് പല പല സംസ്ഥാനങ്ങളിൽ നിന്നും അതിൻ്റെ ഓരോ ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മൂർച്ചയേറിയ വചനങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അദ്ദേഹത്തിന് തോന്നുന്നു അടിതെറ്റുന്നു എന്ന ചില ഇടങ്ങളിലെത്തുമ്പോൾ അതിൽ ഡൈല്യൂഷൻ വരുത്തുന്നു. ഒരു വിപുലമായ ഒരു മാധ്യമത്തിൽ എല്ലാം രാജ്യത്തെ എല്ലാവരും കേൾക്കുന്ന തരത്തിലേക്കുള്ളൊരു മാധ്യമത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം വളരെ ഈ ന്യൂനപക്ഷത്തെ ഓർത്ത്, മുസ്ലിങ്ങളെയൊക്കെ ഓർത്ത് അദ്ദേഹം കണ്ണീർ പൊഴിക്കുന്ന നരേന്ദ്രമോദിയാകുന്നു. എന്താണ് അങ്ങേക്ക് മനസ്സിലാകുന്നത്? ശ്രീ നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെയൊക്കെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം സംസാരിക്കുമ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കും. 144 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അപ്പൊ ഇത് അദ്ദേഹം സംസാരിക്കുന്നിടത്തൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ പ്രധാനമന്ത്രി ഒരു അവസരവാദിയാണ്, നമ്മുടെ പ്രധാനമന്ത്രി കളവ് പറയുന്ന ആളാണ്, നമ്മുടെ പ്രധാനമന്ത്രി സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ആളാണ്, നമ്മുടെ പ്രധാനമന്ത്രി വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ഒരാളാണ് എന്നൊക്കെ വരുന്നത് ഇന്ത്യ രാജ്യത്തിന് വലിയ വലിയ നാണക്കേടാണ്. കാരണം ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഓർമ്മ വരുന്ന ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ്. അദ്ദേഹം ഒരു വിശ്വപൗരനായി നിന്നുകൊണ്ട് ലോകത്തിന് മൊത്തം ആദരം തോന്നുന്ന മട്ടില് എല്ലാ മതക്കാരോടും ജാതിക്കാരോടും തുല്യമായ ബഹുമാനം കാണിച്ചുകൊണ്ടും തുല്യമായ അകലം പാലിച്ചുകൊണ്ടും നീതിക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും ശാസ്ത്രീയ ബോധത്തിന് വേണ്ടിയൊക്കെ നിന്ന ഒരാളാണ് നെഹ്റു. അപ്പൊ ഇത് ഒരിക്കലും ഒന്നിച്ച് പറയാൻ പാടില്ല. പക്ഷേ മോദി ആ സ്ഥാനത്ത് 10 കൊല്ലമായി, 10 കൊല്ലം ആവുകയാണ്. ജവഹർലാൽ നെഹ്റു 17 കൊല്ലം ഇരുന്നു. അപ്പോ ഞാൻ പറയുന്നത്, ഇപ്പൊ ഒരു അനാവശ്യമായ വാക്കും പറയാത്ത ഒരാളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗ്. അദ്ദേഹം സംസാരം വളരെ കുറവാണ്, പക്ഷെ ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളോ അസത്യങ്ങളോ അർദ്ധസത്യങ്ങളോ ആളുകളെ മാനക്കേടിലാക്കുന്ന വർത്തമാനം ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എലക്ഷൻ ഇപ്പോ ജൂൺ 4-ാം തീയതി ആകുമ്പോഴേക്കും അത് കഴിയും. ഈ വാക്കുകളൊക്കെ അവിടെ ബാക്കിയുണ്ടാവും. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വേറൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു, മറ്റൊരിക്കൽ മറ്റേമാതിരി പറഞ്ഞു എന്നുള്ളത്. അപ്പോ ഒരു വാക്കിന് സ്ഥിരതയില്ലാത്ത, ഒരു നിലപാടില്ലാത്ത, രാഷ്ട്രീയം പറയാൻ അറിഞ്ഞുകൂടാത്ത, ജാതിയുടെയും മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിലൊക്കെ ആളെ തമ്മിൽ തല്ലിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് 10 കൊല്ലമായി നമുക്കുള്ളത് എന്നത് നമുക്കൊക്കെ നാണക്കേടാണ്. നമ്മുടെ രാഷ്ട്രീയം, ഇന്ത്യൻ ജനാധിപത്യം ഏതളവിൽ ജീർണിച്ചു പോയി എന്ന് ഇന്ത്യക്കകത്തും പുറത്തും ഉള്ള ആളുകൾക്ക് ഒരു കൃത്യമായ ധാരണ കൊടുക്കുന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി വലിയ വലിയ ലജ്ജ തോന്നുന്നുണ്ട്. ശരി, വളരെ ശ്രീ കാരശ്ശേരി മാഷ്. ശ്രീ ഷാബു പ്രസാദ്, നോക്കൂ, വാക്കുകൾ വിനയാകുന്നത് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ കോലാറിലെ പ്രസംഗത്തിൽ അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കുമ്പോൾ ഇതുമായി താരതമ്യ പഠനത്തിന് വിധേയമാക്കിയാൽ അതും നമ്മുടെ മുന്നിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ തന്നെ ഈ ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് ഖാർഗെ ഈ കമ്മീഷന്റെ അല്ലെങ്കിൽ അന്തിമ വോട്ടിന്റെ കണക്കുമായി ബന്ധപ്പെട്ട് ഒരു കത്തയച്ചപ്പോൾ അതിൽ പോലും വിശദീകരണം ആവശ്യപ്പെടുകയും കമ്മീഷന്റെ പേരിൽ താക്കീത് നേരിടേണ്ടി വന്ന ആളാണ് ഖാർഗെ. സുർജേവാല 48 മണിക്കൂർ അദ്ദേഹത്തെ ഈ പ്രചരണ രംഗത്ത് നിന്നും മാറ്റിയത് ഇതേ കമ്മീഷനാണ്. പ്രധാനമന്ത്രി പറയുന്ന അപകടകരമായ വാചകങ്ങൾ
ഒരു സമുദായത്തിലേൽപ്പിക്കുന്ന മുറിവുകൾ, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഏൽപ്പിക്കുന്ന, ബഹുസ്വരതയ്ക്ക് ഏൽപ്പിക്കുന്ന മുറിവുകൾ, ഇതൊക്കെ ചൂണ്ടിക്കാട്ടി അതിൻ്റെ ഡോക്യുമെൻ്റ് സഹിതം അത് ഡോക്യുമെൻ്റാക്കി ഫയലാക്കി പോലും കമ്മീഷന് മുന്നിലേക്ക് എത്തിച്ചിട്ട് ഗൗനിക്കാത്ത ഒരു കമ്മീഷൻ ഉള്ളപ്പോൾ അത് വളം വെച്ച് കൊടുക്കുകയല്ലേ നമ്മുടെ സിസ്റ്റം പോലും പ്രധാനമന്ത്രിക്ക് മുന്നിൽ? പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ പേരിൽ കോൺഗ്രസ് കൊടുത്ത പരാതിയെപ്പറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരോടാണ് വിശദീകരണം BJPയുടെ. അത് BJP ആണ് അതിന്. അദ്ദേഹം BJP നേതാവായിട്ടാണ് പ്രസംഗിച്ചത്. BJP അതിൻ്റെ മറുപടി കൊടുത്തിട്ടുമുണ്ട്. BJP നല്ല വ്യക്തമായിട്ട് അതിൻ്റെ മറുപടി കൊടുത്തിട്ടുമുണ്ട്. എന്ത് കോണ്ടെക്സ്റ്റിലാണ് സംസാരിച്ചത്, അവിടെ ഒരു വ്യത്യസ്ത കീഴ്വഴക്കം എന്താണ് കമ്മീഷൻ നടത്തിയത്? പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ എന്തായിരുന്നു ഭയം? എന്ത് വ്യത്യസ്ത വ്യക്തിയോട് ചോദിക്കാൻ എന്തായിരുന്നു ഭയം? ഇത് നരേന്ദ്രമോദി എന്ന വ്യക്തിയായിട്ടല്ല അവിടെ പ്രസംഗിച്ചത്. BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടും BJPയുടെ നേതാവായിട്ടുമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം BJP എന്ന സംഘടനയ്ക്കാണ്. ആ സംഘടനയുടെ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയല്ല, നരേന്ദ്രമോദിയല്ല വലുത്, പാർട്ടി പ്രസിഡന്റാണ് അതിൻ്റെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത്. ആ പാർട്ടി പ്രസിഡന്റ് അതിന് വ്യക്തമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. വളരെ വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അടിക്കടി പ്രസ്താവനകൾ നടത്തുന്നു. അതിനെതിരെ ഇന്ത്യ മുന്നണി എന്ന അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് കാണിക്കും, പക്ഷേ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, അതിന്റെ ഒരു ഗ്രാവിറ്റി, അതിന്റെ ആ ഒരു പ്രാധാന്യം അനുസരിച്ച് ഒരു ചെരി വിരലനക്കാൻ ഈ കമ്മീഷന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഈ സിസ്റ്റം മുഴുവൻ നിങ്ങൾ ചെറുവിരലല്ല അല്ല നിങ്ങള് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പ്രസംഗങ്ങളെ പറ്റി വിശദീകരണം ചോദിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല. അതിന് മറുപടി കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് എൻ്റെ വിഷയമല്ല. അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങളുടെ പ്രശ്നം എൻ്റെ മേളിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. കമ്മീഷൻ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ വിശദീകരണം ചോദിക്കുക എന്നുള്ളതാണ്. ആ വിശദീകരണം അവർ കൊടുത്തു. ഇനി വിശദീകരണം അവർക്ക് തൃപ്തി ആണോ ഇല്ലയോ എന്നുള്ളത് ഇനി വരുന്ന കാര്യമാണ്. അല്ലാതെ കമ്മീഷനൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങളെങ്ങനെയാണ് പറയുന്നത്? കമ്മീഷൻ ചെയ്തിട്ടുമുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ലോകത്തിലെ ഈ സാമ്പത്തിക ശക്തിയിൽ 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുന്നു. അതായത് BJPയുടെ തന്നെ അനുമാനങ്ങളാണ് പറയുന്നത്. തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ പരിഹരിക്കാൻ പറ്റി എല്ലാ ഗ്രാമപ്രദേശങ്ങളിലേക്കും ഒക്കെ തന്നെ അങ്ങനെ ഒരുപാട് പ്രചരണ ആയുധങ്ങൾ നമ്മുടെ BJP തന്നെ വിലയിരുത്തുന്നുണ്ട്, പരസ്യങ്ങളായി BJP നൽകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിലൊന്നും ഊന്നി ഒരു ആശയവിനിമയം നടത്താൻ കഴിയാതെ പോകുന്നത് ആത്മവിശ്വാസ കുറവ് കൊണ്ടാണോ? ഇത് തന്നെ പ്രയോഗിക്കണം, ഇത്തരത്തിലുള്ള ആയുധങ്ങൾ തന്നെ പ്രയോഗിക്കണം എന്ന ചിന്ത എന്തുകൊണ്ടാണ് വരുന്നത് BJPക്ക്? ഞാൻ സംസാരിക്കാം. ഇവിടെ BJPക്ക് പ്രധാനമായും വോട്ട് ലഭിക്കാൻ പോകുന്നത് ഇവിടെ കഴിഞ്ഞ 10 വർഷം ഇവിടെ ഈ സർക്കാർ നടത്തിയ ആ വികസന പ്രവർത്തനങ്ങളുടെയും ജനക്ഷേമകരമായ പദ്ധതികളുടെയും പേരിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ അതൊന്നും കാണാതെ, അതൊന്നും ചർച്ചയാക്കാതെ ഇവിടെ വളരെ കടുത്ത രീതിയിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ ഇവിടെ പ്രതിപക്ഷവും കോൺഗ്രസും ഇവർ നടത്തുമ്പോൾ, ഇവിടെ ഒരു വലിയ സമുദായത്തിനെ ഇവിടെ ഭീതിയിലാഴ്ത്തി നിർത്തുമ്പോൾ, നിങ്ങളെ കൊല്ലാൻ പോകുന്നു, നിങ്ങളെ കൊല്ലാൻ പോകുന്നു എന്ന രീതിയിലുള്ള കടുത്ത പ്രചരണങ്ങൾ ഇവിടെ നടത്തുമ്പോൾ, അതിനെയും ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, അതിനെ പ്രതിരോധിച്ചേ പറ്റുള്ളൂ. അതിനെ അതേ നാണയത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ നേതാവായ നരേന്ദ്രമോദിക്ക് പ്രതിരോധിച്ചേ പറ്റുള്ളൂ. അപ്പം ഞങ്ങളെ തല്ലുന്നേ കൊല്ലുന്നേ എന്ന് കടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ശരി, വികസനം, നിങ്ങൾ വികസനം പറയും, നിങ്ങൾ 60 വർഷത്തെ വികസനം പറയൂ, BJP 10 വർഷത്തെ വികസനം പറയും. തയ്യാറാണോ? അതിനവർ തയ്യാറല്ല. ഈ രാജ്യത്തെ റെയിൽവേ വികസനത്തിനെ പറ്റി ചർച്ച ചെയ്യാൻ അവർ തയ്യാറല്ല. ഈ രാജ്യം കഴിഞ്ഞ 10 വർഷം കൊണ്ട് നേടിയ സാമ്പത്തിക പുരോഗതി ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക വ്യവസ്ഥയായി എന്ന് പറയുന്ന അനുമാനമല്ല, യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു പബ്ലിക് പൊതുവേദിയിൽ വന്നിട്ട് സംസാരിക്കാമെന്ന് രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി വെല്ലുവിളിയല്ല, അങ്ങനെ ഒരു സംവാദത്തിന് വേണ്ടി മുതിർന്ന ജേർണലിസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ ഒരു ഫോറം, ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. അതിലും മറുപടി എന്തായാലും അവിടെ നിന്ന് വന്നിട്ടില്ല.
ആര് പറഞ്ഞു? ഇവിടെ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അവിടെ രാഹുൽ ഗാന്ധിയുമായിട്ട് സംവാദം നടത്താനുള്ള ആളിനെ BJP നിയോഗിച്ചു കഴിഞ്ഞു, ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് വന്നവരാ ശ്രീ അനിൽ ബോസ്, ഇക്കാര്യത്തിൽ ഈ ഷാബു പ്രസാദ് പറഞ്ഞ വെല്ലുവിളി കേട്ടുവല്ലോ. കാരണം വികസനത്തിന്റെ കാര്യത്തിലൊക്കെ തികഞ്ഞ ആത്മവിശ്വാസം BJPയെ സംബന്ധിച്ചോളം ഉണ്ട്. ഇത്രയും വർഷക്കാലം, ഇത്രയും വർഷങ്ങളോളം നടത്തിയ പ്രീണനത്തിന്റെ കാര്യം, അത് ദളിതന് ലഭിക്കേണ്ട, മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങളിൽ അത് വകമാറ്റി കൊണ്ടുപോകുന്നു. അതിലെ കൺസേണാണ് BJP, ആശങ്കയാണ് BJP പ്രകടിപ്പിക്കുന്നത് എന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയോ ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറും നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയോ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാവ് മതപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രസംഗിച്ചത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയാണ്. 10 വർഷക്കാലം ഈ രാജ്യത്ത് അധികാരത്തിലിരുന്ന ഗവൺമെന്റ് 30 ലക്ഷം വേക്കൻസികൾ ഉണ്ടായിട്ടും, റിട്ടയർമെന്റ് വേക്കൻസികൾ ഉണ്ടായിട്ടും നിയമിക്കാതെ ചെറുപ്പക്കാരെ വഞ്ചിച്ചതിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ ദമ്പതരായ സ്ത്രീകൾക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ അവരുടെ അവകാശമാക്കി മാറ്റുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ ഡിഗ്രിയും ഡിപ്ലോമ ഹോൾഡറുമായിട്ടുള്ള ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഓണറേറിയത്തോടുകൂടി പരിശീലനവും തൊഴിലും കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മണിപ്പൂരിൽ ആളിക്കത്തുന്ന വംശീയ വെറിയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നേ. അവിടെ തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിയുടെ കഴിവുകേടുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. പത്രക്കാരോട് സംവാദത്തിന് തയ്യാറല്ലാത്ത, പ്രതിപക്ഷത്തോട് സംവാദത്തിന് തയ്യാറല്ലാത്ത, പാർലമെന്റിൽ കൃത്യമായി എഴുതി തയ്യാറാക്കിയ കാര്യങ്ങൾക്ക് വേണ്ടി മറുപടി പറയാനല്ലാത്ത, സ്വന്തമായ അഭിപ്രായം പറയാൻ അറിയാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഞങ്ങൾ തുറന്നു കാണിക്കുന്നേ. അവിടെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരടക്കമുള്ള ആളുകൾ പ്രധാനമന്ത്രി ഒരു സംവാദത്തിന് തയ്യാറാകണമെന്ന് ക്ഷണിക്കുമ്പോൾ ഞങ്ങൾ അവരെ വിട്ടു, ഞങ്ങൾ ഇവരെ വിട്ടു എന്ന് പറയുന്നതല്ലാതെ പർട്ടിക്കുലർ പോയിന്റിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ തയ്യാറല്ലല്ലോ. ഇവിടെ വളരെ കൃത്യമായ രാഷ്ട്രീയം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ 60 വർഷത്തെ വികസന പാരമ്പര്യം അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ചു. റെയിൽവേ, രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യക്ക് ഒരു റെയിൽവേ ഇല്ലായിരുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണ്ട് നടത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 51 എത്തും വരെ ഇന്ത്യ മഹാരാജ്യത്തെ ഗവൺമെന്റ് ഒരു റെയിൽവേ ഇല്ലായിരുന്നു. ഇന്ന് ആ റെയിൽവേ ഈ 75 വർഷക്കാലം പിന്നിടുമ്പോൾ 70 വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ പ്രതിവർഷം 5000 കോടി രൂപ ലാഭമുണ്ടാക്കുന്ന, ഒരു വർഷം 650 ദശലക്ഷം ടൺ ചരക്ക് നീക്കം നടത്തുന്ന, 70,000-ത്തിലധികം വരുന്ന ട്രെയിനുകളുള്ള, 1 ലക്ഷം കിലോമീറ്ററിലധികം നാടിന് കുറുകയും വളഞ്ഞും പുളഞ്ഞും ഒഴുകുന്ന റെയിൽപ്പാളങ്ങളുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ലായിരുന്നു, ചായവിറ്റ റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ലായിരുന്ന ഒരു കാലത്ത് നിന്നും 7800-ലധികം റെയിൽവേ സ്റ്റേഷനുകളും 80 ഡിവിഷനുകളും ഉണ്ടാക്കി പ്രതിവർഷം 130 കോടി മില്യൺ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു വലിയ സംഘടനയാക്കി റെയിൽവേ സംവിധാനത്തെ മാറ്റിയ ആൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ തുടങ്ങി ഇങ്ങോട്ട് 60 വർഷം ഭരിച്ച കോൺഗ്രസിന്റെ നേട്ടമാണ്. അല്ലാതെ വന്ദേ ഭാരത് നിർമ്മിച്ചത് പോലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയ രാജ്യത്തെ 6 കോച്ച് ഫാക്ടറികളിലാണ്. അതൊന്നും ഇവർ ചർച്ചയില്ലാന്നേ. ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാ. റെയിൽവേയും ചർച്ച ചെയ്യാം, ഞങ്ങൾ ഏത് വികസനവും ചർച്ച ചെയ്യാം. ഈ രാജ്യത്ത് പാവപ്പെട്ടവന് വീട് കൊടുത്തതിനെ കുറിച്ച് ചർച്ച ചെയ്യാം, പാവപ്പെട്ടവന് തൊഴിലുറപ്പ് പദ്ധതി കൊടുത്തതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇവിടെ വിവരാവകാശ നിയമം ഭരണാധികാരികളെ തുറന്നു കാണിക്കാൻ കഴിയുന്ന അധികാരം കൊടുത്തതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. എവിടെയാണ് ചർച്ച ചെയ്യാൻ ഞങ്ങൾ പുറകോട്ട് പോയിട്ടുള്ളത്? ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് കറക്റ്റ് പോയിന്റിൽ പോകുന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ ഷാബു പ്രസാദ്, പ്രധാനമന്ത്രിയുടെ നിറമാറ്റം, വിദ്വേഷത്തിലുള്ള പല വേർഷനാണ് ഓരോ ഇടങ്ങളിൽ അതിന്റെ അവസാന ലാപ്പിലേക്ക് തിരഞ്ഞെടുപ്പ് പോകുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയാണ് ഇന്ത്യ മുന്നണി അടക്കം നൽകുന്ന പരാതികളിൽ.